നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, അതുപോലെ തന്നെ ബാക്കിയുള്ള പത്രമാധ്യമങ്ങൾക്കകത്തൊക്കെ കൊടുത്തിട്ടുള്ള നമ്മുടെ PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ആഴ്ചത്തെ തൊഴിൽ വീതിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർവകലാശാല അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഫീൽഡ് ഓഫീസർ എഴുതാൻ പോകുന്നത്, ഈ നമ്മുടെ വരാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷകൾ എഴുതാനായിട്ട് പോകുന്നത് 5.5 ലക്ഷം ആൾക്കാരാണ്. എന്ന് പറയുമ്പം 5.20 ലക്ഷം ആൾക്കാരാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ഫീൽഡ് ഓഫീസർ പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നത്, എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്ന തീയതികൾ ഏപ്രിൽ 29, മെയ് 13, 27 തീയതികളിലായിട്ടാണ് എന്നതായി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വാർത്ത ഒന്ന് വായിച്ചു നോക്കാം. സർവകലാശാല അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള ഫീൽഡ് ഓഫീസർ തസ്തികകളിലേക്കാണ് പൊതുപരീക്ഷ നമ്മുടെ 3 ഘട്ടമായിട്ട് നടത്തുന്നത്. ഏപ്രിൽ 29, അതുപോലെ തന്നെ മെയ് 3, ഏപ്രിൽ 29, അതുപോലെ മെയ് 13, 27 തീയതികളിലാണ് ഈ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. 5,20,408 പേരാണ് പരീക്ഷ എഴുതുക. എല്ലാ തസ്തികകളിലുമായിട്ട് 9,33,920 പേരാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. അപ്പോൾ കൺഫർമേഷൻ നൽകിയത് 7,69,000 പേരാണ്. അപേക്ഷകരുടെ എണ്ണം പൊതുവായി കണക്കാക്കുമ്പോഴത്തേക്കും 5,20,000 പേര് വരത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഓരോ തസ്തിക അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും എത്ര പേര് പരീക്ഷ എഴുതുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ 29-ാം തീയതി പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് 1,73,000 പേരാണ്. മെയ് 13-ാം തീയതി 1,73,000 പേര്. മെയ് 27-ാം തീയതി 1,73,000 പേര്. അങ്ങനെ ആകെ മൊത്തം 5,20,000 പേരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പ്രിലിംസ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കേണ്ടത് അപേക്ഷകരും കൺഫർമേഷൻ നൽകിയവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തവർ 5,50,000 അല്ലെങ്കിൽ 60,000 പേരാണ്. കൺഫർമേഷൻ കൊടുത്തത് 4.5 ലക്ഷം ആൾക്കാരാണ് കൺഫർമേഷൻ കൊടുത്തത്. ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്കും പരീക്ഷയ്ക്ക് കൺഫർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അപേക്ഷ നൽകിയത് 57,000 പേരും കൺഫർമേഷൻ നൽകിയത് 48,000 പേരുമാണ്. സബ് ഇൻസ്പെക്ടർ ഓപ്പൺ വിഭാഗത്തിലേക്ക് അപേക്ഷ നൽകിയവർ 1,96,000 പേര്. കൺഫർമേഷൻ കൊടുത്തത് 1,60,000 പേര്. മിനിസ്റ്റീരിയൽ വിഭാഗം SIയിലേക്ക് 404 പേര് അപേക്ഷ കൊടുത്തു. 258 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റാബിളറി വിഭാഗത്തിലേക്ക് 48,000 പേര് അപേക്ഷ കൊടുത്തു. 4,300 പേര് കൺഫർമേഷൻ കൊടുത്തു. സബ് ഇൻസ്പെക്ടർ SI ഓപ്പൺ വിഭാഗത്തിൽ 1,09,500 പേര് കൺഫർമേഷൻ അപേക്ഷ കൊടുത്തു. 89,000 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടറിന്റെ ആംഡ് പോലീസ് വിഭാഗത്തിലേക്കുള്ള കോൺസ്റ്റാബിളറിയിലേക്ക് 5,000 പേര് അപേക്ഷ കൊടുത്തു. കൺഫർമേഷൻ കൊടുത്തത് 4,500 പേരാണ്. ആകെ മൊത്തത്തിൽ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് 9,33,000-ഉം കൺഫർമേഷൻ കൊടുത്തത് 7,70,000 ആൾക്കാരുമാണ് കൺഫർമേഷൻ കൊടുത്തത്. ഈ കൊടുത്തതിൽ തന്നെ ഈ ഒരു 5 ലക്ഷം അല്ലെങ്കിൽ ഈ ഒരു 9 ലക്ഷം പേരിൽ കൺഫർമേഷൻ കൊടുത്തതിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ 1.64 ലക്ഷം പേര് അസാധുവായിട്ടുണ്ട്, അപേക്ഷകൾ അസാധുവായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സർവകലാശാല അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്കായിട്ട് 1,64,000 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അസാധുവായിട്ടുള്ളത്. നിശ്ചിത തീയതിക്കകം കൺഫർമേഷൻ നൽകാത്തത് കാരണമാണ് ഇത്രയും പേരുടെ അപേക്ഷ അസാധു ആയത്. സർവകലാശാല അസിസ്റ്റന്റ് തസ്തികയിലാണ് ഏറ്റവും കൂടുതൽ അസാധു. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ മാത്രമായിട്ട് ഏകദേശം 97,000 പേരാണ്, ഏകദേശം 1 ലക്ഷം ആൾക്കാരാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് എന്ത് ചെയ്തത്, അസാധുവായത്. സബ് ഇൻസ്പെക്ടർ മിനിസ്റ്റീരിയൽ വിഭാഗത്തിലാണ് ഏറ്റവും കുറവ്, 258 പേരാണ് അതിൽ അസാധുവായത്. സബ് ഇൻസ്പെക്ടറിൽ 37,000 പേരുടെയും ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിൽ 20,000 പേരുടെയും ഫീൽഡ് ഓഫീസർ തസ്തികയിൽ 9,000 പേരുടെയും അപേക്ഷകൾ എന്തായിട്ടുണ്ട്, അസാധുവായിട്ടുണ്ട്. പലവട്ടം ഞാനൊരു പറഞ്ഞതാണ്, അതിന് വേണ്ടി ഒരു പ്രത്യേക വീഡിയോയും ചെയ്തതാണ് ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ പരീക്ഷ എഴുതിയതുകൊണ്ട് മാത്രം ജോലി കിട്ടത്തില്ല, കറക്റ്റായിട്ട് അതുമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, അടുത്ത നമ്മുടെ തൊഴിൽ വാർത്തയ്ക്കകത്ത് കൊടുത്തിട്ടുള്ള ഒരു വാർത്തയാണിത്.
വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് പട്ടിക വൈകുന്നത് മുതലാക്കിക്കൊണ്ട് താൽക്കാലിക നിയമനം കേരളത്തിൽ ഇതാ തുടരുന്നു. അപ്പോ ലിസ്റ്റുകൾ വൈകിപ്പിക്കുന്നത് താൽക്കാലിക നിയമനത്തിനാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തൊഴിൽ മാധ്യമങ്ങളിലും അച്ചടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് പട്ടിക വൈകുന്നത് മുതലാക്കിക്കൊണ്ട് താൽക്കാലിക നിയമനം ഡിജിറ്റൽ സർവേയുടെ വിഭാഗമായിട്ട് 4700 പേരെ നിയമിക്കുന്നു. ഈ 4700 പേരെ എവിടെ കൂടിയാണ് നിയമിക്കുന്നത് എന്ന് അറിയുന്നില്ല. ഞാൻ എന്തായാലും ഈ ഒരു താൽക്കാലിക നിയമനത്തിന്റെ കാര്യങ്ങളൊന്നും അറിയുന്ന പോലുമില്ല. അതെന്താണെന്ന് പറയാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഇതിനകത്തുള്ള വായിച്ചു നോക്കാം നമുക്ക്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ വൈകുന്നത് മുതലെടുത്തുകൊണ്ട് താൽക്കാലിക നിയമനത്തിന് റവന്യൂ വകുപ്പിന്റെ കീഴിൽ വില്ലേജ് ഓഫീസുകളിലും സബ് രജിസ്ട്രാർ ഓഫീസുകളിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് താൽക്കാലിക നിയമനം നടത്തുന്നത്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ പട്ടിക ജില്ലാ കളക്ടറേറ്റുകളുടെ വെബ്സൈറ്റിലേക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എഴുത്ത് പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കി മാർച്ചിൽ നിയമനം നടത്തും. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് PSCയുടെ റാങ്ക് പട്ടിക നിലവിലില്ല. കഴിഞ്ഞ വർഷമാണ് കാലാവധി തികച്ച് റദ്ദായത്. ഏതാണ്ട് ഒരു വർഷമായി ഈ തസ്തികയിലേക്ക് നിയമനം നടക്കുന്നുമില്ല. പുതിയ വിജ്ഞാപനം 2021 പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർക്ക് പ്രാഥമിക പരീക്ഷ നടത്തി കഴിഞ്ഞ മാസമാണ് അർഹതാ പട്ടിക പ്രസിദ്ധീകരിച്ചത്. 10ാം തരം തസ്തികകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൊതുപരീക്ഷകളിലായിരുന്നു അത്. അർഹത പട്ടികയിലുള്ളവരുടെ മുഖ്യ പരീക്ഷ മെയ് 11 നടക്കും. അപ്പോൾ ഇത്രയും ആൾക്കാർ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ PSC പരീക്ഷ നടത്തി മാന്യമായിട്ട് ആളെ കയറ്റുക. അല്ലാതെ ഇമാതിരി പണി കാണിക്കുന്നത് ഒട്ടും നിങ്ങളുടെ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ എത്തിക്സിന് നിങ്ങളുടെ നിലവാരത്തിന് ഒത്തൊരു കാര്യമല്ല ഈ ഒരു താൽക്കാലിക നിയമനങ്ങൾ. ആളെ ആവശ്യമുണ്ടെങ്കിൽ മാന്യമായി പരീക്ഷ നടത്തി ആളെ കയറ്റുക. ഓക്കെ. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മുഖ്യ പരീക്ഷ എഴുതാൻ അർഹത നേടിയവരുടെ എണ്ണം. തിരുവനന്തപുരം ജില്ല, ഓരോ ജില്ലയുടെ കട്ട് ഓഫും കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം 4000 പേരാണ് ഉള്ളത്. കട്ട് ഓഫ് 82 ആയിരുന്നു. കൊല്ലം ജില്ലയിൽ 4800 പേര്, കട്ട് ഓഫ് 79. പത്തനംതിട്ട ജില്ലയിൽ 2600, കട്ട് ഓഫ് 69. ആലപ്പുഴ ജില്ലയിൽ 3100, കട്ട് ഓഫ് 74. കോട്ടയത്ത് 3200, കട്ട് ഓഫ് 70. ഇടുക്കിയിൽ 3400, കട്ട് ഓഫ് 65. അതുപോലെ തന്നെ എറണാകുളത്ത് 3800, കട്ട് ഓഫ് 79. അതുപോലെ തൃശ്ശൂർ 4400, കട്ട് ഓഫ് 79. പാലക്കാട് 4000, കട്ട് ഓഫ് 78. മലപ്പുറത്ത് 3500, കട്ട് ഓഫ് 79. കോഴിക്കോട് 3500, കട്ട് ഓഫ് 81. വയനാട് 2600, കട്ട് ഓഫ് 64. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ 3200, കട്ട് ഓഫ് 79. കാസർഗോഡ് 3700, കട്ട് ഓഫ് 70. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 82 കട്ട് ഓഫ് അവിടെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 20 ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ള വയനാടാണ്. വയനാട് 64 കട്ട് ഓഫ്. അവിടെ വെറും 4 വേക്കൻസികൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇടുക്കിയിലും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടും ഇതുവരെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കുറവാണ് വേക്കൻസികൾ എന്ന് പറയുന്നു. പക്ഷെ ആളത് താൽക്കാലിക നിയമനത്തിലൂടെ കയറ്റുന്നത് ഏകദേശം 4700 പേര്. ഇത് എവിടത്തെ നിയമമാണ്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ. അടുത്ത് നമുക്ക് നമ്മുടെ തൊഴിൽ വാർത്തയ്ക്കകത്ത് തന്നെ കൊടുത്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പ് നോക്കാം. 6 മാസം പിന്നിട്ട് LDC ലിസ്റ്റ്, നിയമന ശുപാർശ 12% മാത്രം. അപ്പോൾ LDC ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 6 മാസമായി. നിയമന ശുപാർശ നടന്നത് 12% പേർക്ക് മാത്രമേ നിയമന ശുപാർശ പോയിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് ഇതുവരെ നിയമന ശുപാർശ പോയിട്ടുള്ളത് 365 പേർക്കാണ്. നമ്മുടെ കൊല്ലത്താണെങ്കിൽ 190, പത്തനംതിട്ട 113, ആലപ്പുഴ 163, കോട്ടയം 158, ഇടുക്കി 133, എറണാകുളം 277, തൃശ്ശൂർ 230, പാലക്കാട് 233, മലപ്പുറം 272, കോഴിക്കോടാണെങ്കിൽ 171, വയനാട് 102, കണ്ണൂർ 221, കാസർഗോഡ് 108. ആകെ മൊത്തത്തിൽ LDCയുടെ ലിസ്റ്റിൽ നിന്ന് ശുപാർശ പോയിട്ടുള്ളത് 2736 പേർക്ക് മാത്രമാണ്. അതിൽ ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 27, കൊല്ലത്ത് 32, പത്തനംതിട്ട 77, ആലപ്പുഴയാണെങ്കിൽ 45, കോട്ടയം 43, ഇടുക്കി 21, എറണാകുളം 22, തൃശ്ശൂർ 13, പാലക്കാട് 8, മലപ്പുറം 8, കോഴിക്കോട് 49, വയനാട് 2, കണ്ണൂർ 23, കാസർഗോഡ് 9. ആകെ മൊത്തത്തിൽ 379 ഒഴിവുകൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു LDCയുടെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ LDC ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെയും സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെയും
ഭിന്നശേഷി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെയും കാര്യം ഈ ഒരു ടേബിളിനകത്തുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഹൈസ്കൂൾ സ്കൂൾ ടീച്ചറിന്റെ ഇംഗ്ലീഷിന്റെ ആകെ തസ്തിക എന്ന് പറയുന്നത് 110 ആണെന്ന് പറയുന്നു. അപ്പോൾ ഇംഗ്ലീഷിനൊക്കെ ഒരുപാട് തസ്തിക വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 110 തസ്തികകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മെയ് മാസത്ത് നടത്താനായിട്ട് പോകുന്ന 133 പരീക്ഷകളാണ് നടത്താനായിട്ട് പോകുന്നത്. അതിലിതാ ഓരോ തസ്തികയുടെ എന്ന് വെച്ചാൽ പരീക്ഷ നടത്താൻ പോകുന്ന ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണാൻ കഴിയും. നമുക്ക് സ്റ്റാഫ് നഴ്സിന്റെ പരീക്ഷ നടക്കുന്നു, അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ വർക്ക്, അതുപോലെ സർവകലാശാല അസിസ്റ്റന്റിന്റെ പരീക്ഷ നടക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഫീൽഡ് വർക്കർ, ഫോറസ്റ്റ് ഡെവലപ്മെന്റിന്റെ ഒക്കെ പരീക്ഷ 13/5-നും 27/5-നുമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ഒക്കെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്ന 13-ാം തീയതിയും 27-ാം തീയതി ആയിട്ടാണ്. അതുപോലെ തന്നെ കെമിസ്ട്രി ജൂനിയർ ഹയർ സെക്കൻഡറി വിഭാഗം, പ്രൊഫസർ ഇൻ ഫാർമസി, മെഡിക്കൽ ഓഫീസർ ഫാക്ടറി, സർവേയർ ഗ്രേഡ് 2, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അത് അപ്ലൈ ചെയ്തവർ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ പരീക്ഷ 26-ാം തീയതിയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ പരീക്ഷ 29-ാം തീയതി, ജൂനിയർ ഇൻസ്പെക്ടർ 31-ാം തീയതി. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ IRBയുടെ പരീക്ഷ, നമുക്കറിയാം IRBയുടെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്ന 3-ാം തീയതിയാണ്. മെയ് 3-ാം തീയതി IRBയുടെ പരീക്ഷ നടക്കുന്നു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, ഹവിൽദാറിന്റെ ഒക്കെ പരീക്ഷ 3-ാം തീയതിയാണ്. സെക്യൂരിറ്റി ഗാർഡ്, വാച്ച്മാന്റെ ഒക്കെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് 5-ാം തീയതിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LD ക്ലർക്ക്, ബിവറേജസ് കോർപ്പറേഷനിലേക്കുള്ള തസ്തിക മാറ്റം വഴിയുള്ള പരീക്ഷ, ജൂനിയർ അസിസ്റ്റന്റിന്റെ ഒക്കെ പരീക്ഷ 6-ാം തീയതി നടക്കുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, വനം തസ്തിക മാറ്റം വഴിയുള്ള പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് 9-ാം തീയതിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മെയ് മാസം ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ട്. ആ പരീക്ഷകളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ 11-ാം തീയതി ഉണ്ട്. ജൂനിയർ ടൈപ്പിസ്റ്റ് 16-ാം തീയതി. ലാസ്റ്റ് ഗ്രേഡിന്റെ സെർവന്റ് LGSന്റെ കമ്പനി കോർപ്പറേഷന്റെ പരീക്ഷ 17-ാം തീയതി നടക്കുന്നു. LD ക്ലർക്ക് പൗൾട്രി ഡെവലപ്മെന്റ് 18-ാം തീയതി. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ 19-ാം തീയതി. വനിതാ സിവിൽ പോലീസ് ഓഫീസറിന്റെ, വുമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷ 23-ാം തീയതിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. 23-ാം തീയതിയാണ്. സ്റ്റെനോഗ്രാഫറിന്റെ പരീക്ഷ 25-ാം തീയതിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസറിലേക്കുള്ള 29-ാം തീയതി. LD ടൈപ്പിസ്റ്റിന്റെ 30-ാം തീയതിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നഴ്സുമാർക്കുള്ള പുതിയ അവസരങ്ങൾ വിളിക്കുന്നുണ്ട്. യുണൈറ്റഡ് കിങ്ഡം, നമ്മുടെ യുണൈറ്റഡ് ബ്രിട്ടനിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ആർക്കും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ വാർത്ത നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങളുടെ വാർത്തയെന്ന് ചെക്ക് ചെയ്യുകയോ ചെയ്യുക. അതുപോലെ തന്നെ അതിനകത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ബാർകോഡ് കീറിപ്പോയാൽ പേപ്പർ അസാധുവാകുമെന്ന്. അപ്പോൾ ഉത്തരക്കടലാസിന്റെ AB പാർട്ടുകൾ ഒരു ബാർകോഡിനാലാണ് ബന്ധിപ്പിക്കുന്നത്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാമേ. അപ്പോൾ ഉത്തരക്കടലാസിന്റെ AB പാർട്ടുകൾ ഒരു ബാർകോഡ് കൊണ്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. AB പാർട്ടുകൾ വേർപെടുത്തുമ്പോൾ ഈ ബാർകോഡുകൾ അല്ലെങ്കിൽ വികൃതമാക്കാതിരിക്കാൻ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാർകോഡ് വികൃതമായ ഉത്തരക്കടലാസിൽ അസാധുവാക്കും. അപ്പോൾ ബാർകോഡ് ഡാമേജ് ആവുകയാണെങ്കിൽ പേപ്പർ അസാധുവാകും, അത് ശ്രദ്ധിക്കുക. പ്രൊഫൈലിൽ 2 ഒപ്പ് പ്രശ്നമാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, അംഗീകൃത മാർഗത്തിലൂടെയാണ് ഒപ്പ് മാറ്റിയിട്ടുള്ളതെങ്കിൽ ഇത് സംബന്ധിച്ച രേഖകൾ സർട്ടിഫിക്കറ്റ് പരിശോധനാ സമയത്ത് ഹാജരാക്കിയാൽ മതി. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ PSC നിർദ്ദേശിക്കുന്ന മാതൃകയിലുള്ള ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഒപ്പിന് വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ കൊടുത്ത് അത് ശരിയാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ യോഗ്യതകൾ തിരുത്തേണ്ടത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. താങ്കൾ രേഖകൾ സഹിതം എന്ത് ചെയ്യുക, PSC ഓഫീസിൽ നേരിട്ടെത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്താവുന്നതാണ് നല്ലത്. PSCയിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാം. അതുപോലെ തന്നെ ജനനത്തീയതി തിരുത്താനാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൊഫൈലും സർട്ടിഫിക്കറ്റിലും 2 ജനനത്തീയതിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ തിരുത്തുന്നതാണ് നല്ലത്. ജനനത്തീയതി സ്വയം തിരുത്താൻ കഴിയില്ല. ബന്ധപ്പെട്ട രേഖകളുമായി ഏറ്റവും അടുത്ത PSC ഓഫീസിൽ നേരിട്ടെത്തിയ ശേഷം മാത്രമേ ജനനത്തീയതി നമുക്ക് തിരുത്താനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സഹകരണ മേഖലയിൽ നിയമന മുരടിപ്പ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് പബ്ലിക് ഓപ്പൺ ഫോറം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള PSCയിലേക്ക് പുതുതായിട്ട് 8 തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. 4 തസ്തികയിലേക്കുള്ള അർഹതാ ലിസ്റ്റും അഭിമുഖവും നടത്തുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് 8 ലിസ്റ്റിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത് നോക്കാം. നമ്മുടെ ക്ഷീരവികസന വകുപ്പിലേക്കുള്ള എക്സ്റ്റൻഷൻ ഓഫീസർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള സയന്റിഫിക്കൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ലേറ്റർ, ഹൈസ്കൂൾ ടീച്ചർ, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിലേക്കുള്ള ഡ്രൈവർ, അങ്ങനെയുള്ള തസ്തികയിലേക്കുള്ള 8 ഷോർട്ട് ലിസ്റ്റുകളാണ് വരാനായിട്ട് പോകുന്നത്. 4 അർഹതാ ലിസ്റ്റുകൾ വരാനായിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അർഹതാ ലിസ്റ്റ്
ഫോറസ്റ്റ് എക്സൈസ് വകുപ്പിലേക്കുള്ള വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, വനം വകുപ്പ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് നേരിട്ടും തസ്തിക മാറ്റം വഴിയുള്ളതൊക്കെ ആയിട്ടാണ് നിലവിൽ ഇപ്പോൾ തസ്തിക നമ്മുടെ അർഹത ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരള PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ. നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീട്, അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ PSC പഠിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്പൈൻ സ്റ്റഡി ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ആയിട്ട് ഒരു ക്ലാസ് ഞാൻ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തേക്കാം. ആ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം ഒന്ന് കാണുക കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് രാത്രി കൃത്യം 8 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇന്നത്തെ കമ്പൈൻ സ്റ്റഡി ക്ലാസ് ഇന്ന് കൃത്യം 8 മണിക്ക് ഉണ്ടാവും. ഇന്നലെ 2 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. യൂറോപ്യന്മാരുടെ വരവും സംഭാവനയും എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ചെയ്തു. അതിൽ നമ്മൾ പോർച്ചുഗീസുകാരെ പഠിച്ചു, ഡച്ചുകാരെ പഠിച്ചു, ബ്രിട്ടീഷുകാരെ പഠിച്ചു, ഫ്രഞ്ചുകാരെ പഠിച്ചു. പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ, ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, പഴശ്ശി കലാപം, കുറിച്യ കലാപം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കലാപങ്ങൾ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, PSC വാർത്തകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വരുന്ന പരീക്ഷകൾക്ക് നല്ലപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും നമ്മുടെ ചാനലിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ കമ്പൈൻ സ്റ്റഡി ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് പറയും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.